നമസ്കാരം. നവഭാരത് ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. വാസ്തുശാസ്ത്രത്തിലെ ഭൂമി, ഭൂമിയുടെ തരങ്ങൾ, സമ്പ്രദായങ്ങൾ, അവിടെ ഉണ്ടാകുന്ന ദുശകനങ്ങൾ, ദുർനിമിത്തങ്ങൾ, ഇതെല്ലാം മാറ്റിയെടുത്ത് ഒരു വീട് വെക്കേണ്ടതിന് അനുയോജ്യമായ രീതിയിലേക്ക് ഒരു വാസ്തുപുരുഷ മണ്ഡലമാക്കി മാറ്റിയെടുക്കാൻ എത്ര മോശപ്പെട്ട സ്ഥലങ്ങളാണെങ്കിലും ശ്മശാനാദി ക്രിയകളൊക്കെ ഉൾപ്പെട്ട അസ്ഥി, കല്ല്, കരിക്കട്ട, ഇതെല്ലാം ചിലപ്പോൾ നമ്മൾ ശുദ്ധീകരിക്കുന്ന സമയങ്ങളിൽ കണ്ടു കഴിഞ്ഞാൽ അതെല്ലാം നമ്മൾ എല്ലാ ഭൂമികളും വർജിക്കണമെന്നില്ല. കുറെ അധികം ഭൂമികൾ നമുക്ക് എടുക്കാൻ പറ്റും. അതിൽ 7 തരത്തിലുള്ള ശുദ്ധി നമ്മളുടെ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നുണ്ട്. കാരണം ഇതെല്ലാം ചിലപ്പോൾ കുഴികളുണ്ടാവും. ഈ കുഴികളെല്ലാം നികർത്തി, അതല്ലെങ്കിൽ കുന്നുകളുണ്ടാവും, കുന്നുകളെല്ലാം ഇടിച്ച് നികർത്തി ദീർഘചതുരാകൃതിയിൽ ഉണ്ടാക്കുന്ന ഭൂമിയിൽ വീട് വെച്ച് കഴിഞ്ഞാൽ നൂറ്റാണ്ടുകളോളം സർവ്വ ഐശ്വര്യങ്ങളോടും കൂടി നമുക്ക് വാഴാൻ പറ്റും. അങ്ങനെ അല്ലാത്ത ഭൂമി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും നിങ്ങളത് കളയേണ്ടത്, നിങ്ങൾക്ക് അതിന് വേണ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വാസ്തു കൺസൾട്ടന്റുമായിട്ട് കണ്ടെത്തി അതിനെ ചതുരശ്രീകരിച്ച് നല്ല രീതിയിലാക്കി വേണ്ട വിധാനങ്ങളിലൂടെ ശുദ്ധി ചെയ്ത് നല്ലൊരു ഐശ്വര്യ ഭൂമിയാക്കി മാറ്റാം. ഇങ്ങനെ മാറ്റിയെടുക്കുന്ന ഭൂമിയിൽ വൃക്ഷങ്ങളും കുളങ്ങളും അതിന്റെ യഥാസ്ഥാനങ്ങളിൽ നിർമ്മിച്ച്, കുളം, കിണർ മുതലായവ നിർമ്മിച്ച് ഒരു നല്ല വീട് ഉണ്ടാക്കിയെടുത്താൽ അതിന്റെ 100 വർഷത്തോളം സുഖകരമായിട്ട് താമസിക്കാം. അടുത്ത തലമുറയ്ക്ക് നമുക്ക് അത് ചെയ്യാൻ പറ്റും. നിങ്ങൾ സാധാരണഗതിയിൽ ഒരു സ്ഥലം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്ഥലത്തിന്റെ പ്രധാനമായിട്ട് അതിന്റെ കിടപ്പാണ് നോക്കുന്നത്. ഈ കിടപ്പ് മാത്രമല്ല, അതിന്റെ ദിക്കുകളെ കുറിച്ച് പഠിക്കണം. പ്രധാനമായിട്ട് വടക്കോട്ടും കിഴക്കോട്ടും ചരിഞ്ഞ ഭൂമി അത് ഉത്തമ ഭൂമിയാണ്. ആ വടക്കോട്ടും കിഴക്കോട്ടും ചരിഞ്ഞ ഭൂമി എല്ലാവർക്കും കിട്ടണമെന്നില്ല. അപ്പൊ നമ്മൾ എന്തെടുക്കും, അത് വാങ്ങിച്ചിട്ട് തെക്ക് ഭാഗത്ത് മണ്ണ് കൂടുതലിട്ട് തെക്കും പടിഞ്ഞാറ് ഉയർത്തി വടക്ക് കിഴക്കോട്ട് ചരിച്ച് നല്ല സസ്യങ്ങളൊക്കെ വെച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് പിടിക്കുന്ന ഭൂമി, അവിടെ നമ്മൾ വീട് വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യം ഉണ്ടാക്കും. വീടുകൾ നിർമ്മിക്കുന്നതിലെ കണക്കുകൾ അതിന് ശേഷമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സാധാരണഗതിയിൽ ഒരു വീടിന്റെ പ്ലാനൊക്കെ എടുത്തു വന്ന് സ്ഥലം മേടിക്കുന്ന ആ സമ്പ്രദായമാണ് കാണുന്നത്. അത് തെറ്റായ മാർഗമാണ്. ഒരു പരിധിവരെ ഇപ്പം എല്ലാവരും അണുകുടുംബമായതുകൊണ്ട് ചെറിയൊരു വീട് സങ്കല്പത്തിൽ 7-10 സെന്റ് സ്ഥലം മേടിച്ച് അതിൽ ചെയ്യുന്നൊരു വീടാണ്. പക്ഷെ അത് വീട് പണിയാൻ തുടങ്ങിക്കഴിഞ്ഞായിരിക്കും ഈ കുഴി എല്ലാം നികത്തുന്നത്. അപ്പൊ ചിലപ്പോൾ നമുക്ക് വീട് പണിതുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ തിരിച്ചടികൾ ഉണ്ടാകാം. മണ്ണ് മാന്തിക്കൊണ്ടിരിക്കുമ്പോഴേക്ക് ചിലപ്പോൾ വല്ല അസ്ഥി കഷ്ണങ്ങളൊക്കെ കിട്ടും. ഈ അസ്ഥി കഷ്ണങ്ങളൊക്കെ കിട്ടിയാൽ അവിടെ ഖനനാദി ശുദ്ധിക്രിയകളെല്ലാം ചെയ്ത് സംസ്കരിച്ച് നവധാന്യം വിതച്ച് ആ ഭൂമിയെ വീണ്ടും നമുക്ക് ഉപയോഗപ്രദമാക്കി എടുക്കാം. വളരെ നല്ല ഭൂമിയാക്കി മാറ്റുവാനായിട്ട് ഒത്തിരി മാർഗങ്ങളുണ്ട്. ആയതുകൊണ്ട് ഒരു ഭൂമിയെ പെട്ടെന്ന് കണ്ടു തരംതിരിക്കാനൊന്നും നമുക്ക് പറ്റില്ല. ഭൂമി കണ്ട് നോക്കി എല്ലാ രീതിയിലും അതിന്റെ രാശി മാനങ്ങളെല്ലാം ചിന്തിച്ചിട്ട് വേണം നമ്മൾ മാറ്റിയെടുക്കാൻ. ശരിക്കും പശുക്കള്, ഗോക്കളൊക്കെ വസിക്കുന്ന ഭൂമി, പണ്ടുകാലങ്ങളിൽ എല്ലായിടങ്ങളിലും ഭൂമിയിൽ പശുക്കളും മറ്റു നാൽക്കാലികളെല്ലാം ഓടി നടക്കുന്ന ഭൂമികൾ. ഇത് ഉത്തമ ഭൂമിയാണ്. അവിടെ കുളങ്ങളും വൃക്ഷങ്ങളും ഇതെല്ലാം നല്ല ഫലഭൂയിഷ്ടമായ മരങ്ങളെല്ലാം ഉള്ളത് ആണ് നമ്മൾ സാധാരണ പണ്ട് തിരഞ്ഞെടുക്കുന്നത്. ഇന്നിപ്പോ അങ്ങനത്തെ ഭൂമി കണ്ടെത്തുവാൻ പ്രയാസമായ സ്ഥിതിക്ക് ഉള്ള ഭൂമിയെ നമ്മൾ വർക്കത്തോടുകൂടി ഐശ്വര്യത്തോടുകൂടി മാറ്റിയെടുക്കുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. ആയത് ഞങ്ങൾ വേണ്ട രീതിയിലുള്ള എല്ലാ നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് തന്ന് സഹായിക്കാം. നമസ്കാരം. സമ്പൂർണ്ണ ജാതകം, പ്രശ്നപരിഹാരങ്ങളോട് കൂടിയ സമ്പൂർണ്ണ ജാതകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിന് നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.